കരിക്കകം സ്വദേശിനിയുടെ മരണത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് മന്ത്രി വീണ ജോർജ്. തിരുവനന്തപുരം SAT ആശുപത്രിക്കെതിരെയുള്ള ബന്ധുക്കളുടെ പരാതിയിൽ പ്രത്യേക ടീമിനെ വെച്ച് അന്വേഷണം നടത്തി 2 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഡോക്ടർക്ക് പങ്കുവെക്കാനുള്ള വിവരങ്ങൾ എങ്ങനെയൊക്കെയാണ്? ശിവപ്രിയ എന്ന് പറഞ്ഞ കുട്ടി ഒരു പെരിഫറൽ ഹോസ്പിറ്റലിൽ നിന്ന് ആനക്കക്കുറവെന്നും പറഞ്ഞ് റെഫർ ചെയ്താണ് SAT ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. അപ്പം ടേം ആയതുകൊണ്ട് നമ്മുടെ റുട്ടീൻ പ്രോട്ടോകോൾ അനുസരിച്ച് അവർ ഡെലിവറി ചെയ്യിപ്പിക്കുക അപ്പം ചെയ്യുക എന്നുള്ളത്. അപ്പം അവർക്ക് ടാബ്ലറ്റ്സ് ഒക്കെ കൊടുത്തു. ആൻഡ് ഷി ഡെലിവേർഡ് നോർമലി, വേറെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. 3rd ഡേയിൽ മദർ ആൻഡ് ബേബി ഓക്കെ ആയിട്ട് ഡിസ്ചാർജ് ചെയ്തതാണ്. എനിക്ക് തോന്നുന്നു പിന്നെ പേഷ്യന്റിന്റെ കംപ്ലൈന്റ് അനുസരിച്ച് ഒരു വീട്ടിൽ പോയതിനു ശേഷം അവർക്ക് പനിയും വയറിളക്കവും ഉണ്ടായിരുന്നു 2 ഡേയ്സ്. അവരെല്ലാം 4 മണിക്കൂർ കൂടുതൽ പാരസിറ്റമോൾ കഴിച്ച് സെൽഫ് ട്രീറ്റ്മെന്റിലായിരുന്നു വീട്ടില. അതിനുശേഷം ഷീ കെയിം ഓൺ 48 hours കഴിഞ്ഞിട്ട് വീണ്ടും നമ്മുടെ SAT കാഷ്വാലിറ്റിയിൽ വന്നു. നോക്കുന്ന സമയത്ത് BP ഫോളും ഒരു ഷോക്ക് സ്റ്റേറ്റിലായിരുന്നു പേഷ്യന്റ്. ഇമ്മീഡിയറ്റ്ലി നമ്മൾ ICUയിൽ അഡ്മിറ്റ് ചെയ്തു. അവരുടെ ട്രീറ്റ്മെന്റ് ഇനിഷ്യേറ്റ് ചെയ്തു. ട്രീറ്റ്മെന്റ് കണ്ടിന്യൂയിങ് ആയിരുന്നു. ബോഡി അവർക്ക് റെസ്പോൺസ് കുറവായതിന്റെ പുറത്ത് നമുക്ക് പേഷ്യന്റിനെ MD ICUയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു, കുറച്ചും കൂടെ ഹയർ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിലേക്ക്. അവിടെ വീണ്ടും പേഷ്യന്റിന് എല്ലാ ബ്രോഡ് സ്പെക്ട്രം ആന്റിബയോട്ടിക്സും IV ഫ്ലൂയിഡ്സും BP മെയിൻറ്റെയിൻ ചെയ്യുന്ന ഡ്രഗ്സും എല്ലാം കൊടുക്കുന്നുണ്ടായിരുന്നു. എല്ലാ ഇൻവെസ്റ്റിഗേഷനും ചെയ്തു. പിന്നെ എല്ലാ മെഡിക്കൽ ഒരു ബോർഡ് നമ്മൾ കൂടി, കാര്യം പേഷ്യന്റ് ഇംപ്രൂവ്മെന്റ് നന്നായിട്ട് കാണാത്തത് കൊണ്ട് മെഡിക്കൽ ബോർഡ്, കാർഡിയോളജി, നെഫ്രോളജി, യൂറോളജി, റെസ്പിറേറ്ററി മെഡിസിൻ സ്പെഷ്യലിസ്റ്റ്, ഡെർമറ്റ്, ഗൈനക്കോളജിസ്റ്റ് എല്ലാം കൂടി ചേർന്നിട്ടാണ് എന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്തു. അപ്പോൾ ഓട്ടോഇമ്യൂൺ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അതിന്റെ ഇൻവെസ്റ്റിഗേഷനും നമ്മൾ ചെയ്തു. ഓട്ടോഇമ്യൂൺ പ്രൊഫൈൽ നോക്കിയപ്പോൾ അത് APS എന്ന് പറഞ്ഞ ഒരു ഓട്ടോഇമ്യൂൺ ഡിസീസിന് പോസിറ്റീവായിട്ടാണ് ആന്റിബോഡി വന്നേക്കുന്നത്. അപ്പം APS ആകാൻ ഒരു പോസിബിലിറ്റി ഉണ്ട്. കാറ്റസ്ട്രോഫിക് APS, അതിന് മോർട്ടാലിറ്റി റേറ്റ് വളരെ ഹൈ ആണ്. ഡോക്ടർ ഇപ്പോൾ പറഞ്ഞു വെച്ച കാര്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, പ്രസവശേഷം ആശുപത്രിയിൽ നിന്ന് മടങ്ങുമ്പോൾ തന്നെ ശിവപ്രിയയ്ക്ക് ഇത്തരത്തിലൊരു ചെറിയ രീതിയിലുള്ള പനി ഉണ്ടായിരുന്നു അല്ലേ? പനി അപ്പം പറഞ്ഞിട്ടില്ലായിരുന്നു. നോക്ക്, പനി ഉണ്ടെങ്കിൽ നമ്മൾ ഡിസ്ചാർജ് ചെയ്യൂല പേഷ്യന്റിനെ. ശരി ഡോക്ടർ, നന്ദി പ്രതികരിച്ചതിന്. കരിക്കകം സ്വദേശിനിയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ഡോക്ടർ ജയശ്രീ പങ്കുവച്ചത്. ആശുപത്രിയുടെ ഭാഗത്തു നിന്ന് കൃത്യമായ പരിശോധനകളും കൃത്യമായ ചികിത്സകളും നൽകി എന്ന് തന്നെയാണ് ഡോക്ടറും പറഞ്ഞു വയ്ക്കുന്നത്.